ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. നമ്മൾ ഹെൽത്തി ആവാൻ വേണ്ടി നമ്മൾ ഡെയിലി ജിമ്മിൽ പോകുന്നു, റണ്ണിങ്, വാക്കിംഗ്. അപ്പോൾ നമ്മൾ ഹെൽത്തി ആണോ എന്ന് കൂടുതൽ പേരും ഇപ്പോഴും നോക്കുന്നത് വെയിങ് സ്കെയിലാണ്. നമ്മുടെ വെയിറ്റ് എത്രയുണ്ട്, എത്ര കിലോ. ഞാൻ എക്സസൈസ് തുടങ്ങുമ്പോൾ ഇത്ര കിലോ ആയിരുന്നു. 2 മാസം കൊണ്ട് 1 കിലോ, 2 കിലോ, 5 കിലോ ഒക്കെ ഞാൻ കുറഞ്ഞു. അങ്ങനെ വിചാരിക്കുന്നവരാണ് കൂടുതലും. പക്ഷേ അത് മാത്രമല്ല ഫിറ്റ്നസ്സിൻ്റെ അൾട്ടിമേറ്റ് എയിം. കാര്യം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഡെയിലി ആക്ടിവിറ്റീസ് വളരെ സ്ട്രോങ് ആയിട്ട് ഓരോ വർഷവും ഏജ് കൂടുന്തോറും നമുക്കത് വളരെ അനായാസം ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ജീവിക്കുക. അതാണ് എക്സസൈസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം. അപ്പോൾ നമ്മൾ ഒരു 3 മാസം അല്ലെങ്കിൽ 6 മാസം നമ്മൾ ജിമ്മിൽ പോയി, നമ്മൾ നന്നായിട്ട് പ്രോപ്പർ ഫുഡ്, ഡയറ്റ് എടുത്തു, പ്രോപ്പർ സ്ലീപ്പ് എടുത്തു. പക്ഷേ എന്നിട്ടും നമ്മുടെ വെയിങ് സ്കെയിലിൽ നോക്കുമ്പോൾ കുറഞ്ഞിട്ടില്ല. ചിലപ്പോൾ 1 കിലോ കൂടുമായിരിക്കും, ചിലപ്പോൾ കുറഞ്ഞിട്ടില്ല. പക്ഷെ അതിൻ്റെ അർത്ഥം നമ്മൾ അത് നിർത്തി പോകണമെന്നല്ല. കാരണം പുറമേ കാണുന്നില്ലെങ്കിലും നമ്മുടെ മസിൽ സ്ട്രെങ്ത് കൂടിയിട്ടുണ്ടാവും, നമ്മുടെ ബോൺ സ്ട്രെങ്ത് കൂടിയിട്ടുണ്ടാവും. അതുപോലെ നമ്മുടെ ഇൻറ്റേർണൽ ഓർഗൻസ് പ്രവർത്തനമൊക്കെ കുറച്ചുകൂടി മെച്ചപ്പെട്ടിട്ടുണ്ടാവും. റിസൾട്ട് ചിലപ്പോൾ ലോങ് ടേമിലേക്ക് നമുക്ക് ഒരാളെ കാണിക്കാൻ, ഓക്കെ ഞാൻ ഇത്ര കുറച്ചു, ഞാൻ എൻ്റെ വയറ് കുറച്ചു, ഞാൻ ഭയങ്കര ഹെൽത്തിയാണെന്ന് മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി നമുക്ക് എൻ്റെ വെയിറ്റ് ഇത്ര കുറഞ്ഞു, അയ്യോ കണ്ടില്ലേ ഒരു എക്സൽ ആയിരുന്ന ടീഷർട്ട് എനിക്ക് മീഡിയമായി എന്നൊക്കെ പറയാം. പക്ഷെ അതിനേക്കാളും ഉപരി നമ്മുടെ ലോഞ്ചിവിറ്റി തീരുമാനിക്കുന്നത് നമ്മുടെ അകത്തെ ഹാർട്ട്, ലിവർ, അതുപോലുള്ള അവയവങ്ങളെല്ലാം കറക്റ്റായിട്ട് ഫങ്ഷൻ ചെയ്യണം. ഒരുപാട് അമിതമായിട്ടുള്ള ഫാറ്റ് ഡെപ്പോസിറ്റ് വന്ന് ബ്ലോക്ക് വരാതെ ഇത് ചെയ്യണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ നമ്മുടെ ഡെയിലി വാക്കിങ്, റണ്ണിങ്, എക്സസൈസ്, ജിമ്മ്, യോഗ ഇതെല്ലാം ചെയ്യേണ്ടത്. അപ്പോൾ ഈ പ്രോസസ്സിനെ നമ്മൾ സ്നേഹിക്കുക, ട്രസ്റ്റ് ദ പ്രോസസ്സ്. അതിനെ നമ്മൾ സ്നേഹിച്ചുകൊണ്ട് കൺസിസ്റ്റൻ്റായിട്ട്, അതായത് നമുക്ക് എല്ലാ ദിവസവും ചെയ്യണം എന്നല്ല, ഒരു 3 to 5 days വിത്ത് 2 ദിവസം സ്ട്രെങ്ത് ട്രെയിനിങ്, ബാക്കി ചെറിയ രീതിയിലുള്ള കാർഡിയോ, റണ്ണിങ്, വാക്കിംഗ്, ജിം എക്സസൈസ്, 1 ദിവസം റെസ്റ്റ്. അപ്പോൾ ചിലപ്പോൾ നമ്മൾ മനുഷ്യരാണ്, ചിലപ്പോൾ നമുക്ക് 2-3 ദിവസമൊക്കെ മടി പിടിക്കും, അല്ലെങ്കിൽ പല ആവശ്യങ്ങൾക്കായിട്ട് പോകും. പക്ഷേ ആ പ്രോസസ്സിനെ ട്രസ്റ്റ് ചെയ്ത് വീണ്ടും പിറ്റേ ദിവസം 1 ദിവസം മടി പിടിച്ചു അങ്ങനെ കിടന്നു പോയി കഴിഞ്ഞാൽ നമ്മൾ